100 തേങ്ങ എടുത്തുകൊണ്ടാണ് ഇതെല്ലാം ചാക്കിനകത്താക്കണം. അല്ലെങ്കിൽ കൊടൈക്കനാലിൽ വരുന്ന പോലെ തണുപ്പ് തേടി നമ്മുടെ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ വരും. അപ്പോൾ ചേട്ടന് ഞങ്ങളെല്ലാവരും ഇരുന്ന് പാക്ക് ചെയ്യുകയാണ്. ഇന്നലെ പാക്ക് ചെയ്ത് 5 തരം പലഹാരം ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെല്ലാം 5ആയിട്ട് പാക്ക് ചെയ്ത് 5 കവറിനകത്ത്, അതെല്ലാം ഇനി ഒരു കവറിനകത്താക്കണം. അപ്പോൾ അതേണ്ട ഇതാണ് അഞ്ജലിയും ധൻവിനാഥ് എന്ന് പറഞ്ഞാണ് ചെക്കൻ്റെ പെണ്ണിൻ്റെ പേര്. ഇന്ന് പാക്ക് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനും ചേട്ടനും തേജും പാറും മാത്രം കേട്ടോ. നവനീത് ഹരിപ്പാട് അമ്പലത്തിൽ പോയിരിക്കുകയാണ്, പരിപാടിയുണ്ട് ഇന്ന് 10-ാം തീയതി. അപ്പോൾ ഇന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ചോറ് എടുത്തിട്ടോ, ഉള്ള പരിപ്പെല്ലാം കൂടെ ഞാനെടുത്ത് പാത്രം തേക്കാനും ഇട്ട് ഇനി രാത്രിയിലത്തേക്ക് വേറെ ദോശ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഇട്ട് ഒരു ചോറ് അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞ് ഓടിപ്പോയി ഉള്ള സ്ഥലമൊക്കെ തൂത്ത് വാരിയിട്ട് എല്ലായിടത്തും സാധനം ഇരിക്കുകയാണ്. തൂത്തൊക്കെ വാരി ഓടിപ്പോയി കയ്യും കാലൊക്കെ കഴുകി ഞാൻ ഓടി വന്ന് വിളക്കൊക്കെ കൊളുത്തായിരിക്കുകയാണ്. അന്നേരത്തേക്ക് എൻ്റെ ഡ്രസ്സെല്ലാം നമ്മുടെ പാറു മടക്കി വെക്കുകയാണ്. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ. വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഞങ്ങൾ ഇതേണ്ട ഇനി പാക്കറ്റെല്ലാം ഒരു 5-6 കവറിൽ 100 വീതം എല്ലാ കവറിനകത്ത് ആക്കി നിറയ്ക്കണം. നാളെ ഏറ്റുമാനൂർ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.